പെരിയ ഇരട്ടക്കൊലപാതകത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുന്ന ബന്ധുക്കളുടെ നിലപാടിനെ മന്ത്രി VS സുനിൽകുമാർ സ്വാഗതം ചെയ്തു. അവരുടേത് ന്യായമായ ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ കൊലപാതകത്തിൽ CPIക്കുള്ള അതൃപ്തി കൂടുതൽ വ്യക്തമായി. CBI അന്വേഷണം ആവശ്യമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതിന് വിരുദ്ധമായ നിലപാടാണ് CPI മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വടക്കൻ മേഖലാ ജാഥ തുടങ്ങിയ അന്ന് തന്നെ കൊലപാതകം നടന്നത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. അതിനെതിരെ ജില്ലയിലെ CPI നേതാക്കൾ LDF നേതൃത്വത്തോട് പ്രതിഷേധം അറിയിച്ചിരുന്നു. കാഞ്ഞങ്ങാട് ഗസ്റ്റ് ഹൌസിൽ ഒരു ദിവസം കാനം വെറുതെ ഇരിക്കേണ്ടി വന്നത് CPIയെ വല്ലാതെ ചൊടിപ്പിച്ചു. അടുത്ത ദിവസം ജാഥ ആരംഭിച്ചിട്ടും വലിയ തോതിലുള്ള ജനപങ്കാളിത്തം ലഭിച്ചില്ല. മാത്രമല്ല, കൊലപാതകം പല സ്വീകരണ കേന്ദ്രങ്ങളെയും പ്രതിരോധത്തിലാക്കി. തുടർന്നാണ് ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട ശരത്ലാലിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയത്. അത് CPMനെ വെട്ടിലാക്കി. കോൺഗ്രസിന് രാഷ്ട്രീയമായ മേൽക്കൈ നേടാനായെന്നാണ് CPM ജില്ലാ നേതാക്കൾ വിലയിരുത്തുന്നത്. അവർ ഇക്കാര്യം മുന്നണി കൺവീനർ A വിജയരാഘവനെ ധരിപ്പിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം മാധ്യമങ്ങളിലൂടെ അതൃപ്തി രേഖപ്പെടുത്തിയതെന്ന് അറിയുന്നു. തിരഞ്ഞെടുപ്പും ജാഥയും മുന്നിൽ കണ്ട് ഇരു പാർട്ടികളും അഭിപ്രായ വ്യത്യാസത്തിലേക്ക് നീങ്ങേണ്ടത് മുൻകൂട്ടി കണ്ടാണ് കാനം പിണറായിയെ പിന്തുണച്ച് രംഗത്തെത്തിയത്. പോലീസുമായി മരണവീട്ടിൽ പോകുന്നത് ശരിയല്ലെന്നാണ് കാനം മാധ്യമങ്ങളോട് പറഞ്ഞത്. ശബരിമല യുവതി പ്രവേശനത്തിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാടുകൾക്ക് CPI ശക്തമായ പിന്തുണ നൽകിയിരുന്നു. അതിന് കാനം രാജേന്ദ്രനെ അടക്കം NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പേരെടുത്ത് വിമർശിച്ചിരുന്നു. ശബരിമല പ്രശ്നം വടക്കൻ കേരളത്തെ കാര്യമായി ബാധിക്കാത്തതിനാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ മേൽക്കൈ നേടാമെന്നായിരുന്നു LDF കണക്കുകൂട്ടിയിരുന്നത്. CPIയുടെ വയനാടും തൃശൂരും അടക്കമുള്ള സീറ്റുകളുടെ വിജയത്തെ പെരിയ കൊലപാതകം ബാധിക്കുമെന്ന് ഉറപ്പായി. ശബരിമലയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനായിരുന്നു കോൺഗ്രസും BJPയും കരുക്കൾ നീക്കിയിരുന്നത്. അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ മുന്നണികൾക്കും സർക്കാരിനും കഴിയുമായിരുന്നു. പക്ഷേ പെരിയ സംഭവം കാര്യങ്ങളെ തകിടം മറിച്ചു. രാഷ്ട്രീയ കൊലപാതകങ്ങളെ ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ലെന്ന് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ ഒഴികെയുള്ള നേതാക്കൾ ശക്തമായി ആവശ്യപ്പെടുന്നുണ്ട്. അവരും CPIയും കൈകോർക്കുമ്പോൾ കൊലപാതക രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള CPM നേതാക്കൾ ഒറ്റപ്പെടും. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം അവരുടെ തലയിൽ കെട്ടിവെച്ച് ഊരാനും മുന്നണി നേതൃത്വത്തിന് കഴിയും. കാരണം ശബരിമല യുവതി പ്രവേശനത്തിന് പൊതുസമൂഹത്തിലെ നല്ലൊരു വിഭാഗം ആളുകളുടെ പിന്തുണയുണ്ട്. കൊലപാതക രാഷ്ട്രീയത്തിന് ആരുടെയും പിന്തുണയുമില്ല. അത് മുന്നണിയെയും സർക്കാരിനെയും ജനങ്ങളിൽ നിന്ന് അകറ്റാനേ ഉപകരിക്കൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.